വാർത്തകൾ തുടരുന്നു. ഉറ്റവരും ഉടയവരുമുണ്ടായിട്ടും കടത്തിണ്ണയിൽ അഭയം കണ്ടെത്തിയ വൃദ്ധ കാഴ്ചക്കാരുടെ കരളലിയിക്കുന്നു. എടമുട്ടം പുളിഞ്ചോട് സെന്ററിൽ പ്രവർത്തനരഹിതമായ കടയ്ക്ക് മുൻപിൽ താമസമാക്കിയ 60-കാരിയായ യശോദയാണ് സമൂഹ മനസ്സിന് മുന്നിൽ ചോദ്യചിഹ്നമാകുന്നത്. മൂന്ന് വർഷമായി പുളിഞ്ചോട് സെന്ററാണ് വൃദ്ധയുടെ അഭയം. പല വീടുകളിലും പണി ചെയ്ത് ജീവിച്ചിരുന്ന വൃദ്ധ 3 വർഷം മുൻപ് നിന്നിരുന്ന വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുകയായിരുന്നു. ചുലൂർ കോളനിയിലും പുളിഞ്ചോട് ശവപ്പറമ്പ് കോളനിയിലും മുൻപ് ഇവർ താമസിച്ചിരുന്നു. കണ്ണു കാണാതായ യശോദയ്ക്ക് നാട്ടുകാർ നൽകുന്ന നാണയത്തുട്ടുകളാണ് ജീവിതത്തിന് ആശ്രയം. സാമൂഹ്യ വിരുദ്ധ ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന വൃദ്ധയ്ക്ക് 5 മക്കളുണ്ടെന്ന് പറയുന്നു. വിവാഹിതരായി ജീവിക്കുന്ന മക്കളാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ഇവർ വലപ്പാട് പടിഞ്ഞാറാണ് ജനിച്ചു വളർന്നത്. മക്കളെക്കുറിച്ച് ചോദിക്കുമ്പോൾ വിതുമ്പിയുള്ള കരച്ചിൽ മാത്രമാണ് വൃദ്ധയുടെ മറുപടി. സന്നദ്ധ സംഘടനകൾ ആരെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ യശോദയ്ക്ക് മഴയിലും വെയിലിലും കടത്തിണ്ണയിൽ നിന്നും മോചനമാകും. ഇരിങ്ങാലക്കുടയിൽ കുടുംബ കോടതി സ്ഥാപിക്കാൻ സർക്കാർ ഉത്തരവിറക്കി. അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ജയകുമാറാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. നിലവിൽ ജില്ലയിൽ തൃശൂരിൽ മാത്രമാണ് കുടുംബ കോടതി ഉള്ളത്. ഇരിങ്ങാലക്കുടയ്ക്ക് പുറമെ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലും സർക്കാർ കുടുംബ കോടതി അനുവദിച്ചിട്ടുണ്ട്. വേളൂക്കര പഞ്ചായത്തിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഇനി പൊതുജനങ്ങൾക്ക് നട്ടം തിരിയേണ്ടി വരില്ല. 1 മിനിറ്റ് കൊണ്ട് സർട്ടിഫിക്കറ്റ് നൽകുന്ന സംസ്ഥാനത്തെ ആദ്യ ഗ്രാമപഞ്ചായത്തായി മാറുകയാണ് വേളൂക്കര. ഈ പഞ്ചായത്തിലെ തന്നെ ജീവനക്കാരുടെ ശ്രമഫലമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ പ്രോഗ്രാമിലൂടെയാണ് ജനങ്ങൾക്ക് അനായാസേന സർട്ടിഫിക്കറ്റ് നൽകുന്നത്. സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ ഫ്രണ്ട് ഓഫീസിൽ അപേക്ഷ നൽകുകയേ വേണ്ടൂ. കാര്യങ്ങളെല്ലാം കൃത്യമാണെങ്കിൽ ഉടൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. റെസിഡൻഷ്യൽ ഓണർഷിപ്പ് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളാണ് തുടക്കത്തിൽ ഈ സംവിധാനം വഴി ലഭ്യമാക്കുക. പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ടി.ഡി. ലാസർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈല ജോഫി അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട കത്തീഡ്രൽ കാത്തലിക് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC മതബോധന SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആഗസ്റ്റ് 14 ഉച്ചതിരിഞ്ഞ് 1:30 ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് PC ചാക്കോ MP ഉദ്ഘാടനം ചെയ്യും. രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മാർ ജെയിംസ് പഴയാറ്റിൽ അവാർഡ് വിതരണം നിർവഹിക്കും. അടുത്തതുപോലെ ഈ വർഷവും ഈ അവാർഡ് മീറ്റ് അടുത്ത ഞായറാഴ്ച സെന്റ് ജോസഫ് കോളേജിൽ 1:30 മണിക്ക് പരിപാടി ആരംഭിക്കുന്നതാണ്. ഇത് എല്ലാ തവണയും ഇതിന് സമ്മാനദാന ചടങ്ങ് നടത്തുന്നത് അഭിമന്യ പിതാക്കന്മാരായിരിക്കും. അത് ഇത്തവണ അത് തന്നെ തുടരുന്നുണ്ട്. പിന്നെ ഇതിന് അധ്യക്ഷം വഹിക്കാനായിട്ട് ശ്രീമാൻ PC ചാക്കോ MP സമ്മതിച്ചിട്ടുണ്ട്. ഭാരവാഹികളായ തോമസ് തൊകലത്ത്, ആന്റോ ജോക്കി ഇരഞ്ഞിക്കൽ, ജോസ് മാമ്പിള്ളി, KT വർഗീസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ബാർ കൌൺസിൽ ജൂനിയർ ലോയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുടയിൽ സംസ്ഥാനതല പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഗസ്റ്റ് 13 രാവിലെ 10 മണിക്ക് ഇരിങ്ങാലക്കുട ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടക്കുന്ന ചടങ്ങ് ഹൈക്കോടതി ജസ്റ്റിസ് R. ബസന്ത് ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. ഡോക്ടർ N. കൃഷ്ണകുമാർ, S. ശ്രീജിത്ത് IPS തുടങ്ങിയവർ ക്ലാസ് നയിക്കും. ജില്ലാ തലത്തിലുള്ള പഠന ക്ലാസുകളുടെ ലയൺസ് ഹാളിൽ വെച്ച് 13-ാം തീയതി കാലത്ത് 10 മണിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി R. ബസന്ത് അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഭാരവാഹികളായ അഡ്വക്കേറ്റ് CT സാബു, അഡ്വക്കേറ്റ് MA ജോയ്, PK ശശികുമാർ, MR മനോജ് കുമാർ, സാബുരാജ് ചുള്ളിക്കാട്ടിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പിന്തുണയുമായി ഇരിങ്ങാലക്കുടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രകടനം. പ്രസിഡന്റ് റോയ് ജെ കളത്തിങ്കൽ, ജോസ്മോൻ വലിയ വീട്ടിൽ, ജോസഫ് ചാക്കോ, അഷ്റഫ്, സന്തോഷ്, റിജേഷ്, വിപിൻ, അസറുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹിരോഷിമ ദിനാചരണത്തിന്റെ ഭാഗമായി സെന്റ് ജോസഫ് കോളേജിൽ പോസ്റ്റർ പ്രദർശനം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ആനി കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. 100ഓളം വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പോസ്റ്ററുകൾ കോളേജ് ഓഡിറ്റോറിയത്തിൽ പ്രദർശിപ്പിച്ചു. വിശുദ്ധ റംസാനിൽ വിശ്വാസികളുടെ കാതും മനസ്സും കുളിർപ്പിച്ച് ഉദ്ബോധന സദസ്സുകൾ സജീവമായി. റംസാനിൽ ആചരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ജീവിതത്തിൽ പുലർത്തേണ്ട ധാർമ്മികതയെക്കുറിച്ചും ഊന്നി പറയുന്ന വാളുകളായിട്ടാണ് ഉദ്ബോധന സദസ്സുകൾ അറിയപ്പെടുന്നത്. മിക്ക പള്ളികളിലും റംസാനിന് മുന്നോടിയായുള്ള വാളു പരമ്പരകൾ നടന്നുകഴിഞ്ഞു. എന്നാൽ രാത്രിയിലെ തറാവീഹ് നമസ്കാരത്തോടനുബന്ധിച്ച് മിക്ക പള്ളികളിലും ഇപ്പോഴും വാളു പരമ്പരകൾ നടക്കുന്നുണ്ട്. വാളുകൾക്ക് ശേഷം നടക്കുന്ന ദീർഘമായ പ്രാർത്ഥനകളാണ് റംസാന്റെ മറ്റൊരു പ്രത്യേകത. റംസാനിലെ ആദ്യ 10 കാരുണ്യവർഷമാണെന്നും മധ്യത്തിലേത് പശ്ചാത്താപത്തിന്റെ 10 അവസാനത്തേത് നരകമോചന സമയമാണെന്നും ഉദ്ബോധന സദസ്സുകളിൽ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നു. പള്ളികളിലെ ഇമാമുമാരും ഖത്തീമുമാരുമാണ് ഉദ്ബോധന സദസ്സുകൾക്കും പ്രാർത്ഥനകൾക്കും നേതൃത്വം നൽകുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക്കിൽ നിന്നും സീലിംഗ് ഫാൻ മോഷ്ടിച്ചയാൾ പോലീസ് പിടിയിലായി. ഉറ്റവരും ഉടയവരും ഉണ്ടായിട്ടും യശോദ എന്ന വൃദ്ധയ്ക്ക് അഭയം കടത്തുന്ന മാത്രം. പഞ്ചവാദ്യ കുലപതി പത്മഭൂഷൺ കുഴൂർ നാരായണമാരാർ അന്തരിച്ചു. പൂരത്തിന്റെ നാട്ടിൽ ഇനി കുഴൂരിന്റെ മേളപ്പെരുക്കമില്ല. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.